ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ എങ്ങനെ എളുപ്പത്തിൽ തീർക്കാമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കണം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പൊന്നാര മക്കളെ, രാവിലെ തന്നെ നമുക്ക് കുറച്ച് കട്ടൻ ചായയാണ് കിട്ടുമ്പോൾ എണീക്കാത്തവരൊക്കെ എണീക്കുകയും ജോലി എടുക്കുകയും എന്താ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങ് ചെയ്തോളൂ. ഒന്ന് അങ്ങോട്ട് ഉഷാറായിക്കോളൂ. അപ്പോൾ രാവിലെ എണീച്ചാൽ ഫസ്റ്റ് നമ്മൾ കുറച്ച് കട്ടൻ ചായ കേട്ടോ. അപ്പോൾ അത് നല്ലോണം അങ്ങ് വെട്ടി തിളക്കട്ടെ. എന്നിട്ട് ആവശ്യമുള്ളവർക്ക് അങ്ങനെ എടുത്ത് കുടിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. ഇനി തീ കത്തിച്ചിട്ട് നമ്മൾ ആദ്യം സുന്ദരിക്കുള്ള വെള്ളം ചൂടാക്കും. പിന്നെ നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ളം വെക്കും. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ പരിപാടികൾ അങ്ങനെ തുടങ്ങുകയാണ്. ഇത് ഓഫാക്കട്ടെ. ഇതൊന്ന് ഇങ്ങനെ അങ്ങ് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാ സത്തുക്കളും ഇങ്ങനെ ഇറങ്ങിക്കോളും. ചായ അങ്ങ് ഉഷാറായിക്കോളും. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ എനിക്ക് നല്ല ചൂടുള്ള കുടിക്കാൻ വയ്യട്ടോ. ഞാൻ കുറച്ച് ചൂട് പോയിട്ടാണ് കുടിക്കാറുള്ളത്. എന്ന് വെച്ചാൽ നല്ലോണം ചൂടുള്ളതാകുമ്പോൾ എന്നെക്കൊണ്ട് കുടിക്കാൻ പറ്റില്ല. ഇനി ഈ ഉച്ചക്കലത്തിനുള്ള മീൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ മാന്തളാണ്. പിന്നെ ഇതിൽ കുറച്ച് മുള്ളനും കൂടി ഉണ്ട് അടിഭാഗത്ത് കേട്ടോ. അപ്പോൾ അത് ഉച്ചക്ക് നമുക്ക് ചോറിലേക്കുള്ളതാണ്. ഇനിയിപ്പോൾ ഈ അരി നമുക്ക് ആട്ടിയെടുക്കണം. ഇത് ഞാൻ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചാണ് പച്ചരി. ഇത് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് വേണം നമുക്ക് ഇത് അരച്ചിട്ട് വേണം അപ്പം ചൂടാനായിട്ട് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ഇതിൽ കുറച്ച് തേങ്ങയും ചോറും കൂടെ കൂട്ടിയിട്ട് അങ്ങ് അരക്കും കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് കറിയൊന്നും വേണമെന്നില്ല. നല്ല പാൽച്ചായ മതി ഇതിൻ്റെ കൂടെ കുടിക്കാൻ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് ജോലി തിരക്ക് പുറത്ത് പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ചുട്ടാൽ മതി. പെട്ടെന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആകുകയും ചെയ്യും. വയറ് നിറച്ച് കഴിക്കാം. പിന്നെ നമ്മുടെ സുന്ദരിക്കുള്ള പിണ്ണാക്ക് നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു 8 മണി 8:30 ആ സമയത്ത് മോള് മദ്രസയിൽ നിന്ന് വന്നിട്ടാണ് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ വെറും കൊപ്ര പിണ്ണാക്കേ ഉള്ളൂ. കടല പിണ്ണാക്ക് തീർന്നു പോയി. അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഏകദേശം പ്രസവിക്കാറായിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതിൽ ഒസോമിന് അങ്ങ് ഒഴിച്ചിട്ട് കൊടുക്കും കേട്ടോ. ഒരു 5 ml ഒസോമിന് അത്രേ ഒഴിക്കുള്ളൂ. ഇപ്പോൾ ഏകദേശം പ്രസവത്തിനായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 2 ആഴ്ചയോളമൊക്കെ ഉണ്ടാവും. ഇന്നിപ്പോൾ 23-ാം തീയതിയിലെ ഇത് ജൂൺ 23, ജൂലൈ ഒരു 8-ാം തീയതി 10-ാം തീയതി 8-ാം തീയതിയാണ് അവൾക്ക് 150 ദിവസമാകുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ കാക്കകൾ രാവിലെ വന്നിരിപ്പുണ്ട് കേട്ടോ. ഒരാൾ വന്നു കഴിഞ്ഞാൽ മറ്റാൾ വരും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അപ്പമോ അല്ലെങ്കിൽ മീനിൻ്റെ ബാക്കിയുള്ളതോ തലേ ദിവസത്തെ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ അവരത് കഴിച്ചോളും. പിന്നെ പുട്ട് കഴിക്കില്ല കേട്ടോ. അങ്ങനെ ചിലതൊന്നും ഇവർ കഴിക്കില്ല. ഇവർക്കിപ്പോൾ ഇതൊരു ശീലമാണ്. രാവിലെ ഞാൻ ജനാല തുറന്നിട്ട് കഴിഞ്ഞാൽ ഇവരിങ്ങ് പാരി വരും കേട്ടോ. എന്ന് വെച്ചാൽ വേറെ ആരുടെയും കയ്യിൽ നിന്നൊന്നും കിട്ടുന്നില്ലെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ വന്ന് എന്തെങ്കിലും കിട്ടും. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കും. പിന്നെ നമ്മുടെ പപ്പിയും കുഞ്ഞിപ്പിയും ഇന്ന് രാവിലെ വന്നിട്ടില്ല കേട്ടോ. അവരിനിപ്പോൾ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് വരും. പപ്പി രാവിലെ വന്നിട്ടില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ വരില്ല. ഇന്ന് വന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. കുഞ്ഞിപ്പോൾ നല്ല വൈകുന്നേരത്തെ അങ്ങ് പോയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ഉച്ചക്കൊക്കെ ആയിട്ട് വരും. ഇത് നീർദോശക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പച്ചരി കഴുകിയിട്ട് അരക്കണമെന്ന്. അപ്പോൾ ഇതിൽ ഞാൻ പച്ചരിയും ചോറും കൂടെ അരച്ചു. സ്വല്പം ഉപ്പ് ചേർത്തിട്ടോ, സ്വല്പം പഞ്ചസാരയും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഇതിൽ തേങ്ങ ചിരവിയത് അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടോ. അപ്പോൾ ഇത് ഇനി ചുട്ടെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് വേണ്ടത് കേട്ടോ. നമുക്ക് ചട്ടിയിൽ അങ്ങനെ അങ്ങ് ഒഴിച്ചിട്ടെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റും മണമൊക്കെ ഒരു വേറെ തന്നെയല്ലേ വെളിച്ചെണ്ണയുടെ. അപ്പോൾ ഇനി ഇതിലേക്ക് അങ്ങ് എല്ലാ ഭാഗത്തും അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കുന്ന എല്ലാം കൂടെ അങ്ങ് എങ്ങനെ ആവുമെന്ന് അറിയില്ല കേട്ടോ. ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, ഇനി ആവാത്ത ഭാഗത്ത് നമ്മൾ ഈ ചട്ടി വെച്ചിട്ടൊന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കറക്റ്റ് ആവാത്ത കേട്ടോ. എൻ്റെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ മാവ് ഒഴിക്കുന്ന ഇതും എല്ലാം കൂടി ആയിട്ടാണ്. ഇനി ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചോറിനുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി അരി കഴുകിയിടണം. അപ്പോൾ ഇതാ നമ്മുടെ അപ്പം സൈഡൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനി കോരിയെടുക്കാം. കണ്ടില്ലേ, അത്യാവശ്യം മൊരിഞ്ഞ ദോശയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് കഴിക്കാം. ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അരിയും ചോറും കൂടി അങ്ങ് അരക്കുക. പിന്നെ അതിലേക്ക് മാവ് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങ ചിരവിയതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഒരുപാട് മധുരമൊന്നും ആവശ്യമില്ല കേട്ടോ. ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചിലരൊക്കെ എണ്ണ തുണി വെച്ചിട്ട് അങ്ങനെ തുടച്ചു കൊടുക്കായിരിക്കും. ഞാൻ വെളിച്ചെണ്ണ അങ്ങനെ ചിലപ്പോൾ ഒഴിച്ചു കൊടുക്കും. ഇനി ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ ഈ തവി വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചുറ്റിച്ചങ്ങ് എടുത്താൽ മതി കേട്ടോ. ഇനി അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. ഇത് നമ്മുടെ തേങ്ങയുടെ ഇതാണ് കേട്ടോ, ചകിരി. ഇത് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ടേ ഇന്ത്യയുടെ മാപ്പ് പോലെയൊക്കെ ആയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഇന്ത്യയുടെ മാപ്പൊക്കെ പോലെ ആയിട്ടുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് അതിലേക്ക് ഒഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കേണ്ട. ഇതുപോലെ അങ്ങ് എല്ലാം ചുട്ടെടുക്കാം കേട്ടോ. ഇതുപോലെയല്ല, നല്ല റൗണ്ടിൽ ചുട്ടെടുക്കുക. ഇതേ കണ്ടില്ലേ, ഞാൻ കുറച്ച് വലിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് കണ്ടില്ലേ, ഇതിൽ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ 2 മോൾക്ക് അങ്ങനെ ചൂട് കിട്ടും. എന്ന് വെച്ചാൽ
അവൾക്ക് ചെറിയ രണ്ടപ്പം ഉള്ളി ഇടാതെ ചൂടും എന്ന് വെച്ചാൽ അവൾക്ക് ഉള്ളി കടിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ ഉള്ളി വേണം. ഉള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ. ഉള്ളി വഴറ്റിയിട്ട് നമ്മളത് ഈ മാവിലേക്ക് അങ്ങ് ഒഴിച്ചാൽ മതി. പിന്നെ ഓരോ അപ്പത്തിനായിട്ട് നമ്മൾ ചട്ടിയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് അങ്ങ് ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് എണ്ണ പുരട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിന് ഓരോ തവി എടുത്തിട്ട് അങ്ങനെ കനമില്ലാതെ അങ്ങ് ചുറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എനിക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്ക് എളുപ്പമാണ് കേട്ടോ ഇതുപോലെ ചെയ്യാനായിട്ട്. കണ്ടില്ലേ? അപ്പോൾ ഇത് ഞാൻ ഫോണ് അവിടെ വെച്ചിട്ട് ചുറ്റിച്ചാണ് കേട്ടോ. നമുക്കങ്ങനെ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഒന്ന് അങ്ങനെ എല്ലാ ഭാഗത്തും അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഒന്നാണ് ചുറ്റിച്ച് കൊടുക്കുക. നല്ല കട്ടിയിൽ ഒഴിക്കരുത്, അപ്പോൾ ടേസ്റ്റ് കുറവുണ്ടാവും. കനമില്ലാതെ ആകുമ്പോൾ പിന്നെ ചൂടോടെ കഴിക്കണം കേട്ടോ. അപ്പോൾ കറിയുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ പോകാൻ സമയത്ത് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഒരു ചായയും അത്രയും മതി. ഇനി കറി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കറിയുടെ ആവശ്യമില്ല. ഇതിൽ തേങ്ങയുണ്ട്. പിന്നെ ഉള്ളി വേണ്ടവർക്ക് ഇട്ടാൽ മതി കേട്ടോ, ആവശ്യമില്ലാത്തവർക്ക് ഇടും വേണ്ട. ഇപ്പോൾ കണ്ടില്ലേ, സൈഡൊക്കെ മൊരിഞ്ഞ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, നൈസായിട്ടാണ് കേട്ടോ, കനയേ ഇല്ല ഇത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചുട്ടെടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിച്ച് നമുക്ക് ജോലിക്ക് പോകാം. അതല്ലെങ്കിൽ വീട്ടു ജോലിയോ ബാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീർത്തിട്ട് പെട്ടെന്ന് നമ്മുടെ ജോലികളെല്ലാം തീർക്കാം. പിന്നെ ഈ ഫോൺ പിടിച്ചിട്ട് ഒഴിക്കുമ്പോഴാണ് എനിക്ക് കറക്റ്റ് ആവാത്ത കേട്ടോ. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇതും കൂടെ അങ്ങനെ ഒഴിക്കുമ്പോഴേ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ മാവ് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്നും അങ്ങനെ ഇല്ലാത്ത ഭാഗത്തേക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് കഴിക്കാനല്ലേ, അത്ര ഭംഗിയൊന്നും വേണ്ട. കണ്ടില്ലേ, ഈ രീതിക്ക് ചുട്ടെടുക്കാം. പിന്നെ നമ്മുടെ അരി, ഇപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന അരി ഏതാണെന്നറിയോ? ഞാൻ ഇതുവരെ വേറൊരു അരിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് ചോറൊക്കെ വേവുകയും ചെയ്യും, പിന്നെ ചിലപ്പോൾ കേടുവരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ആശീർവാദ് കുറുവയാണ് കേട്ടോ. അവർ പേര് പറഞ്ഞ കുറുവ പല രീതിയിലുണ്ട്, പല പേരിലുണ്ട്. അപ്പോൾ ഇത് ആശീർവാദ് കുറുവയാണ് കേട്ടോ. ചോറ് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ചോറാണ് കേട്ടോ. നമുക്ക് അങ്ങനെ കേടുവരുന്നൊന്നുമില്ല. അപ്പോൾ രാവിലെ വെച്ചാലും വൈകുന്നേരത്തേക്കൊന്നും ഒരു കേടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ അരി ധൈര്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ. ആശീർവാദ് കുറുവയാണ്. അപ്പോൾ ഇനി അരി ഇടട്ടെ കേട്ടോ. നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്. നമ്മുടെ അരി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതിനെ നമ്മുടെ ചോറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. മുഴുവനും വെള്ളം ഒഴിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ, മുഴുവനും ഇട്ട് കൊടുക്കണം. പിന്നെ മക്കളെ, രാവിലെ നമ്മൾ എണീച്ച് കഴിഞ്ഞാൽ രാവിലെ പുറത്തു കൂടെയൊക്കെ ഒന്നങ്ങ് ഓടിച്ച് നോക്കുക, എന്തെങ്കിലും പട്ടയോ തേങ്ങയോ ഒക്കെ വീണിട്ടുണ്ടോ. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഇടാറായിട്ടുണ്ട് കേട്ടോ, 1-2 വീണിട്ടുണ്ട്. അതുപോലെ മഴയാണ്, അപ്പോൾ ഇറയത്തുനിന്ന് വെള്ളമൊക്കെ വീണിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഉമ്മറത്ത് കൂടെ അങ്ങ് മണ്ണും ചെളിയൊക്കെ പോകാനായിട്ട് ഒന്ന് അങ്ങ് ഒഴിച്ച് വിടാനുള്ളൂ. മുറ്റമൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ തൂർന്നിട്ടുണ്ട്. ഇതൊക്കെ അങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് അടിച്ച് വാരിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലിയൊക്കെ തീരും. പിന്നെ രാവിലത്തേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന തേങ്ങ ചിരവലി, ഉള്ളി തൊലിക്കൽ, അപ്പം ചുടുകയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ അപ്പം ചുട്ടുകൊണ്ട് തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല. അടുപ്പിൽ തീ കത്തിച്ചിട്ട് നമുക്ക് ചോറിനുള്ള കാര്യങ്ങളും കറിക്കുള്ള കാര്യങ്ങളും എല്ലാം കട്ട് ചെയ്ത് വെക്കാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ അപ്പം ചുടുകയാണെങ്കിലും അത് മാത്രമല്ല, തേങ്ങ ചിരവും കറിക്കുള്ളത് കട്ട് ചെയ്യും, പാത്രം കഴുകും. അതിനിടയിൽ നമ്മൾ ആ ഒരു അടുക്കളയിലാണല്ലോ നിൽക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് അപ്പങ്ങളും ചുട്ടെടുക്കാം, അതിലേക്കുള്ള കറി ഉണ്ടാക്കാം, അതുപോലെ ചോറിനുള്ള തീ കത്തിച്ചിട്ട് അതിനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ എല്ലാതും കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്യുമ്പോൾ നമ്മുടെ ജോലി പെട്ടെന്ന് തന്നെ തീരും. ഒരു 10-11 മണിയാകുമ്പോഴേക്കും നമ്മുടെ അടുക്കളയിലുള്ള ജോലി ഒരുവിധം അങ്ങ് തീർത്ത് വെക്കണം. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഞാനിപ്പോൾ ആടിന് പുല്ലെടുക്കാൻ പോവും, രാവിലെ പോവും, ചില ദിവസം വൈകുന്നേരം പോകും കേട്ടോ. അത് നമ്മുടെ ഒരു ഇതിനനുസരിച്ചിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതുപോലെ വിറക് അടുക്കി വെക്കാനുണ്ടാവും, പല കാര്യങ്ങളും നമുക്ക് സാധാരണ അല്ലാത്ത ജോലികളും ഉണ്ടാവും. അതുപോലെ അലക്കിയിടാം, അലക്കലും വിരിക്കലും അതെല്ലാം നമുക്ക് ചെയ്യാം. ഇതോടൊപ്പം തന്നെ ചെയ്യാം. അരി അടുപ്പത്തിട്ടിട്ട് പോവാം, കറിക്കുള്ളത് അടുപ്പിൽ വെച്ചിട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്